ളെ സൺഡേ ആണ്. മറ്റേ ലാസ്റ്റത്തെ വീഡിയോസ് ഒന്നും ഇടാത്തതിൻ്റെ കാര്യം മൊത്തം SL ആയിരുന്നു. ഭയങ്കര കണ്ടിന്യൂസ് ആയിട്ട് റിവഞ്ച് റേറ്റ്സ് ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് അതുകൊണ്ട് കണ്ടുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. എൻ്റെ SL അടിക്കുന്നത് കാണാമെന്നല്ലാതെ നിങ്ങൾക്ക് ബെനിഫിറ്റ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാനത് ഷെയർ ചെയ്യാഞ്ഞ്. ഇപ്പം അക്കൗണ്ട് ബാലൻസ് 111 ആണ്. ഓക്കെ, നമ്മൾ ഇവിടെ നിന്ന് ഇനി റീസ്റ്റാർട്ട് ചെയ്യുവാണ്. 111 വീണ്ടും കഴിഞ്ഞ പ്രാവശ്യം 100 നമ്മൾ 300 350 വരെയൊക്കെ എത്തിക്കാക്കി നമുക്ക് വീണ്ടും ഒന്നുകൂടെ ചെയ്യാന്ന് പറഞ്ഞാൽ വിഷയമുള്ള കേസൊന്നുമല്ല. സോ ഇനിയിപ്പം മാർക്കറ്റ് അനലൈസ് എന്ന് പറയാൻ നെക്സ്റ്റ് വീക്കത്തേക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന 4 hour. നമ്മൾ അന്ന് കഴിഞ്ഞ ദിവസം ഒരു ഏതാണ് ഗോൾഡിൻ്റെ ഒരു അനലൈസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു ഏതാണ് ഗോൾഡിൻ്റെ ഒരു ഡൗൺ സൈഡ് മൂവ്മെൻറ്റ് കാണും. പക്ഷേ അതിനകത്ത് ഞാൻ എക്സ്പെക്ട് ചെയ്യാൻ ഒരു കാര്യം ഈ അപ്സൈഡ് ഞാൻ എക്സ്പെക്ട് ചെയ്തില്ലായിരുന്നു ആ സമയത്ത്. ഇൻഡ്യൂഷനാണ് ഞാൻ ചൊവ്വാഴ്ചയോ ബുധനാഴ്ച കണ്ടെന്ന് പറയുന്നത്. അത് കഴിഞ്ഞൊരു മൂവ്മെൻറ്റ് ഉണ്ടായി, വ്യാഴാഴ്ച ഉണ്ടായ കണ്ടോ ഈ മൂവ്മെൻറ്റ് ഞാൻ പ്രതീക്ഷിച്ചില്ല. അത് കഴിഞ്ഞ് പക്ഷേ നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ ഡൗൺ വന്നു. പക്ഷേ ഇത് ഫേക്ക് OB എന്നായിരുന്നു നമ്മൾ പറഞ്ഞത്. പക്ഷേ ഇത് ഫേക്ക് OB അല്ലായിരുന്നു. ഇതിനെ റെസ്പെക്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. കാരണം ഇത്രയും വന്നില്ല. പക്ഷേ ഞാൻ നിങ്ങളാരെങ്കിലും കണ്ടോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ കണ്ടോ ഈ റേഞ്ചിലെ മൊത്തം ലിക്വിഡിറ്റി ഇപ്പോൾ സ്വീപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ റേഞ്ചിലെ മൊത്തം ലിക്വിഡിറ്റി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും എല്ലാവരും ഒരു ബെയറിഷ്നെസ്സിലോട്ട് മൂവ് ചെയ്തായിരിക്കും. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ നെക്സ്റ്റ് മൺഡേ തൊട്ട് നമ്മൾ പടക്കെ വീണ്ടും കയറാനുള്ള സാധ്യതകളാണ് ഞാൻ കാണുന്നത്. 27 we can see in next week എന്നാണ് എൻ്റെ ഒരു വ്യൂ. അല്ലെന്നുണ്ടെങ്കിൽ നെക്സ്റ്റിന് പോസിബിലിറ്റി എന്ന് പറയാൻ നെക്സ്റ്റ് ഒരു വ്യൂ എന്ന് പറയാൻ ഇവിടുന്ന് കയറിയിട്ട് ഈ ഫേക്ക് OBയും കൂടി എടുത്തിട്ട് വീണ്ടും വന്ന് ഇങ്ങനെ കയറി പോകാനുള്ള സാധ്യതകളും ഉണ്ട്. എന്താണേലും അപ്സൈഡിനുള്ള പോസിബിലിറ്റീസാണ് കൂടുതലും ഞാൻ കാണുന്നത്. ഫർദർ ഡൗൺ സൈഡ് ഇനിയിപ്പോൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന ആരെങ്കിലും ഫർദർ ഡൗൺ സൈഡ് എവിടെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ വെച്ച ഫർദർ ഡൗൺ സൈഡ് ഇതിൻ്റെയും താഴെയുള്ള ഫർദർ ഡൗൺ സൈഡ്. ഓക്കെ, ഇത് ചുമ്മാ ചവറ് പോലെ വരച്ചിട്ടേക്കാം ഞാൻ. ഇതൊക്കെ ഏത് ക്യാൻഡിലാണോ തമ്പുരാൻ അറിയാം. അതൊക്കെ വേണ്ടാണ്. ഇതിൻ്റെയൊക്കെ ലിക്വിഡിറ്റി ഉണ്ടോ, ഈ ഏരിയയിൽ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തു. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എൻ്റെ ഒരു അഭിപ്രായത്തിൽ. ഇതൊക്കെ കിടന്നോട്ടെ പിന്നെ. സോ ഇങ്ങനെയാണ് എക്സ്പെക്റ്റേഷൻസ്. ഇത് ഓപ്പണിംഗ് അല്ല, ഇത് ലാസ്റ്റ് വീക്ക് ക്ലോസിംഗ് ആണ്. ഓപ്പണിംഗ് ആണ് ഞാൻ വെക്കുന്നത്. ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും ഇനിയിപ്പം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ മൂവ്മെൻറ്റ്സ് ഉണ്ടാവാൻ സാധ്യതയുള്ളത് മിക്കവാറും ഇങ്ങനെ ഈ റേഞ്ച് ഇങ്ങനെ നിന്നിട്ട് ഇവർ ലോ എടുത്തിട്ട് പിന്നെ ആയിരിക്കും ഒരു അപ്സൈഡ് വരാൻ സാധ്യതയുള്ളത്. അതായത് ഇങ്ങനെ ആയിരിക്കും ഒരു മൂവ്മെൻറ്റ് സാധ്യത. നോക്കാം നമുക്ക്. പിന്നെ ലൈവ് ചെയ്യണമെന്ന് ആരൊക്കെ എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. ലൈവ് ചെയ്യണമെന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് നമ്മൾ എപ്പോഴും അതായത് 24 മണിക്കൂർ ഇരിക്കാത്ത കാരണം ഞാൻ ലൈവ് ചെയ്യാത്തത്. ഏത് സമയത്ത് നമ്മൾ എൻട്രി ചെയ്യാമെന്നൊന്നും പറയാൻ പറ്റില്ല. പറ്റുവാണെങ്കിൽ ഞാൻ ഈ വീക്ക് ഏതെങ്കിലും ഒരു ദിവസം ലൈവ് ചെയ്യാം. ഓക്കെ, അങ്ങനെയാണ് കാര്യങ്ങൾ. പിന്നെ മൺഡേ തൊട്ട് എൻ്റെ കൂടെ നിങ്ങൾ ട്രേഡ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ പറയാം. അഥവാ നിങ്ങൾ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യുക 100 അക്കൗണ്ട് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ചെയ്യേണ്ട 2 കാര്യങ്ങളുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം ഒരു ദിവസം എത്ര ട്രേഡ് എടുക്കുമെന്ന് തീരുമാനിക്കുക. എന്നെപ്പോലൊന്നും ലാസ്റ്റ് കുറേ വീക്സിൽ എടുത്ത ട്രേഡ്സ് പോലെ ചവറ് പോലെ ഒന്നും എടുക്കരുത്. ഒരു കാരണവശാലും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ. ഞാൻ പറയുവാണെങ്കിൽ 3 ട്രേഡ്സ് മാക്സിമം 2 SL ആണെങ്കിലും നിർത്തുക. ഇതിനകത്തുനിന്ന് എന്തെങ്കിലും തെറ്റുകൾ വരുത്തി കഴിഞ്ഞാൽ അന്നേരം പോയി ഒരു 10 പുഷപ്പ് എടുത്തോണം. അങ്ങനെയാണെങ്കിൽ എല്ലാവരും ജിമ്മന്മാരാവും ഇങ്ങനെ പോയാൽ 10 പുഷപ്പ് എടുക്കാൻ പോയാൽ, അത് വേറെ കാര്യം. പക്ഷേ മാക്സിമം ട്രൈ ചെയ്യുക. നിങ്ങൾ ഒരു 10 തവണ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ രക്ഷപ്പെടും എൻ്റെ അഭിപ്രായത്തിൽ. സോ അതാണ് വ്യൂ. അപ്പം നെക്സ്റ്റ് വീക്കിലേക്ക് നമ്മൾ പ്രിപ്പറേഷൻസ് ഇതാണ്. ബുള്ളിഷ് വ്യൂ ആണ് നമ്മൾ നെക്സ്റ്റ് വീക്ക് ഫുള്ള്. ഇവൻറ്റ്സ് മേജർ ഇവൻറ്റ്സ് എന്ന് പറയാൻ ഫോറക്സ് ഫാക്ടറി ഈ സൺഡേയിലത്തെ ഇവൻറ്റ്സ് നോക്കണ്ട കേട്ടോ. സൺഡേ വരുമ്പോൾ കാണിക്കുന്ന ഇവൻറ്റ്സ് അല്ല, ഇതിനകത്ത് ചില വ്യത്യാസങ്ങൾ വരും. ഞാൻ പല പ്രാവശ്യം ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വീണ്ടും ഒന്നുകൂടെ മൺഡേയും കൂടെ ഒന്ന് എടുത്ത് നോക്കിക്കോണം ഈ ഫോറക്സ് ഫാക്ടറിയുടെ ഡീറ്റെയിൽസ്. കാരണം മൺഡേസിൽ വ്യത്യാസം വരാറുണ്ട്, ഡേറ്റ്സിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. ഞാൻ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. മൺഡേ ഇവൻറ്റ്സ് ഒന്നുമില്ല. ഇവൻറ്റ്സ് ഒന്ന് ഉണ്ട്. ഫെഡ് ചെയർ പവർ സ്പീക്കിംഗ് കൊള്ളാലോ. ഓക്കെ, ഫെഡ് മീറ്റ് ഉണ്ട്. ഫെഡിൻ്റെ മീറ്റിംഗ് ആണെങ്കിൽ
അതിൻ്റെ മൂവ്മെൻറ്റ്സ് രാവിലെ നടക്കും. ഈ മൂവ്മെൻറ്റ്, അതായത് ഈ 11:30 ഈ മീറ്റിങ്ങിൻ്റെ ഞാൻ സ്ഥിരം കണ്ടിട്ടുള്ളൊരു പാറ്റേൺ എന്ന് പറഞ്ഞാൽ 11 നടക്കുന്നതിൻ്റെ, അതായത് മൂവ്മെൻറ്റ് എന്താണ് നടക്കാൻ സാധ്യതയുള്ള ആ മൂവ്മെൻറ്റിൻ്റെ ഡയറക്ഷൻ ഇവർ രാവിലെ നടക്കും. അപ്പം നല്ല ബുള്ളിഷ്നെസ് ആയിരിക്കും ഒന്നെങ്കിൽ, അല്ലെങ്കിൽ നല്ല ബെയറിഷ്നെസ് ആയിരിക്കും. ഇതായിരിക്കും മൂവ്മെൻറ്റ്. അപ്പം ഞാൻ എന്തായാലും ഫസ്റ്റ് ഒരു ട്രേഡ് എടുക്കും, സെക്കൻഡ് ട്രേഡ് വൈകുന്നേരം വരെ ഹോൾഡ് ചെയ്യണം. 2 ട്രേഡ് അപ്പം നാളെ കാണാൻ സാധ്യതകളുള്ളൂ. ഓക്കെ, ട്യൂസ്ഡേ ഇവൻറ്റ്സ് ഉണ്ട്, 7:30 ഉണ്ട്. വെനസ്ഡേ നോൺ ഫാമിംഗ് ഒന്നും അങ്ങനെ വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല, എന്തായാലും കൂട്ടിയേക്കാം. വെനസ്ഡേ ഉണ്ട്. തേഴ്സ്ഡേ അൺഎംപ്ലോയ്മെൻ്റ് ആണ്, 6 മണിക്കത്തെയാണ്. വലിയ മൂവ്മെൻറ്റ് ചിലപ്പോൾ കാണത്തില്ല. ഇതുണ്ട്, ഫ്രൈഡേസ് ഇവൻ്റ് ഉണ്ട്. അപ്പോൾ ഈ വീക്ക് ഫുൾ ഇവൻറ്റ്സ് ഉണ്ട്. ഇവൻറ്റ്സ് ഉള്ള വീക്ക് നല്ലതാണ്, നല്ല മൂവ്മെൻറ്റ്സ് കാണും. അപ്പം നമുക്ക് നോക്കാം. അന്നേരം സന്ധിക്കല ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയട്ടെ, ഭയങ്കര വരയുമ്പോഴാണ്. അങ്ങോട്ട് ഞെക്കിയാൽ മതിയല്ലോ, ശരിയാണ്. ഓക്കെ, അങ്ങനെയാണ് കാര്യങ്ങൾ. സോ അപ്പം മൺഡേ മുതൽ നമ്മൾ വീണ്ടും ട്രേഡ്സ് 100 നിന്ന് സ്റ്റാർട്ട് ചെയ്തു. നമുക്ക് മാക്സിമം പുൾ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം, എത്ര വരെ. ഓക്കെ.